ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കേരള സാരി കൊടുത്തുന്നതല്ലേ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളതാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഓണാഘോഷ പരിപാടികൾ എന്താ പറയുക, സ്ഥാപനങ്ങളിലായാലും സ്കൂളുകളിലായാലും ഒക്കെ എല്ലായിടത്തും ഇപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് എല്ലാവരും. ഇപ്പോഴേ എവിടെ നോക്കിയാലും ഓണാഘോഷം പൊടിപൊടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലായിടത്തും ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ സ്കൂളുകളിലൊക്കെ ഓണാഘോഷ പരിപാടികൾ നടന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഓണാഘോഷിക്കാനായിട്ട്. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓണത്തിൻ്റെ ഓർമ്മകളോളം വരുമോ ഈ ഓർമ്മകളൊക്കെ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തീർത്തും വ്യക്തിപരമാണ്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക കമൻറ്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാ അടിപൊളി പൂക്കളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതാ അങ്ങനെ വാങ്ങണ പൂക്കൾ കൊണ്ടുള്ള പൂക്കളങ്ങളല്ലേ ഉള്ളൂ. എവിടെയായാലും വീടുകളായാൽ പോലും തലേ ദിവസം പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പൂക്കളിടുന്നത്. അന്നത്തെ കാലം, അതായത് പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, നമ്മൾ കാട്ടുപൂക്കളൊക്കെ പറിച്ച് എന്താ പറയുക, അതൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളുള്ള സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ പൂക്കളം അത്ര വലിയ ഭംഗിയുള്ള പൂക്കളമൊന്നും ആയിരിക്കില്ല. കാരണം വെച്ചാൽ കിട്ടുന്ന പൂക്കളമൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് ഇടുന്ന ഒരു പൂക്കളം. അപ്പോൾ അതിന് ഇത്ര ഇന്ന് കാണുന്ന പോലെയുള്ള രീതിയിലുള്ള അത്ര പൊലിമ ഉണ്ടാവില്ല, അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ആ പൂക്കളത്തിന് ഒരുപാട് ഭംഗിയുള്ളതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പഴയ കാലത്തൊക്കെ ഒരു ഭംഗിയുള്ള പൂക്കളം തീർക്കുക എന്നുള്ളത് അത്രയും മെനക്കെട്ട് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. എപ്പോഴാണോ നമുക്ക് പൂക്കളം ഇടാൻ തോന്നുന്നത് ആ സമയം കടയിൽ പോയി കഴിഞ്ഞാൽ പൂക്കൾ കിട്ടും, ഭംഗിയുള്ള പൂക്കളം തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പഴയ കാലത്ത്. ഈ കുഞ്ഞു പൂക്കളായ തുമ്പപ്പൂവൊക്കെ അതൊരു കൈക്കുമ്പോളോളം തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നേരം ശ്രമിക്കണം. അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല ഓർമ്മകളായി തന്നെ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതെല്ലാവരും സുന്ദരിമണികളായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, യൂട്യൂബിലിടും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കളിയാക്കാറുണ്ടെങ്കിൽ പോലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പോഴേ അങ്ങനെയൊക്കെ പറയുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ആർക്കെങ്കിലും കാണുകയും ചെയ്യാമല്ലോ പിന്നെ എപ്പോഴെങ്കിലും. അതല്ലെങ്കിൽ വീഡിയോ ആയാലും നമ്മളില്ലെങ്കിൽ പോലും ആർക്കെങ്കിലും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ കത്തി അടിച്ച് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫുഡ് മോശമാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അടുത്ത വർഷം ഓണത്തിനുണ്ടാവുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇന്ന് കണ്ടാൽ ഇന്ന് കണ്ടു, അത്രയാണ് നമ്മുടെയൊക്കെ കാര്യം. അപ്പോൾ കിട്ടിയ സാഹചര്യങ്ങളിൽ കിട്ടിയ സന്തോഷങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കുക, അതല്ലേ വേണ്ടത്. അതല്ലേ അതിൻ്റെ രീതി. എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ സദ്യയൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സദ്യ തന്നെയാണ് കേട്ടോ. പിന്നെ അടപ്പായസമായിരുന്നു. നല്ല അടിപൊളി അടപ്പായസമായിരുന്നു. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നണില്ലേ? അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോഴങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. പൂക്കളത്തിനടുത്തൊക്കെ പോയി പല വിധത്തിലുള്ള ഫോട്ടോസും വീഡിയോസും പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഉള്ളതൊക്കെ എടുത്ത് സംതൃപ്തി അടഞ്ഞ് എല്ലാവരും പോരാനായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.